ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പാർലമെന്റിൽ വലിയൊരു ഭൂപടം എടുത്തു കാണിച്ചു. എന്നിട്ട് ഇതേവരെ ഈ നിമിഷം വരെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിന്ന് കൊടുത്ത അറബികളുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ ചൂണ്ടിക്കൊണ്ട് ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും കാണാവുന്ന രൂപത്തിൽ 4 രാജ്യങ്ങൾ 5 രാജ്യങ്ങളെ പേരെടുത്ത് കാണിച്ച് ചിത്രസഹിതം വരച്ച് കാണിച്ചുകൊണ്ട് ഇത് ഉൾപ്പെടെ വരുന്ന ഒരു മിഡിൽ ഈസ്റ്റിനാണ് നമ്മൾ തയ്യാറെടുക്കുക. അതിനു വേണ്ടിയാണ് നമ്മുടെ യുദ്ധമെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ, പരിശുദ്ധ പ്രവാചകൻ ഇത് പറയുമ്പോ, അന്ന് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലും പരിസരങ്ങളിലുമായി പരിശുദ്ധ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ആ സമയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ സത്തുസാലിഹൂനർ റൂം, ഒരു കാലം വരും സഹാബത്തെ, റോമയുമായിട്ട് നിങ്ങൾ ഒരു കരാറുണ്ടാക്കും. നിങ്ങൾ രക്ഷ പ്രതീക്ഷിച്ച്, നിങ്ങൾ വിജയം പ്രതീക്ഷിച്ച്, നിങ്ങൾ സംരക്ഷണം പ്രതീക്ഷിച്ച് യൂറോപ്പിനോട്, അമേരിക്കയോട്, പാശ്ചാത്യ ശക്തികളോട് നിങ്ങൾ ഒരു കരാറുണ്ടാക്കും. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സർവമാന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്താ? ഫതഖ്സൂന അൻതും വഹും, നിങ്ങളും അവരും ചേർന്നുകൊണ്ട്, ഫതഖ്സൂന അൻതും വഹും അദുവ്വൻ മിൻ വറായികും, നിങ്ങളും യൂറോപ്യന്മാര് പാശ്ചാത്യ ശക്തികളും ചേർന്നുകൊണ്ട് നിങ്ങളുടെ അയൽപക്കത്തുള്ള മറ്റൊരു ശത്രുവിനോട് നിങ്ങൾ യുദ്ധം ആരംഭിക്കുന്നതാ. മറ്റൊരു ശത്രുവിനോട് നിങ്ങൾ യുദ്ധം ആരംഭിക്കുന്നതാ. ഈ യുദ്ധത്തിന്റെ പോക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ അവസാനം ഇവർ വിജയിക്കുക തന്നെ ചെയ്യുന്നതാ. ഇറാനിന്റെ ശക്തമായ മിസൈൽ വർഷം കാണുമ്പോൾ മുസ്ലിമീങ്ങളിൽ ചെറിയൊരു വിഭാഗവും പ്രതീക്ഷ വെക്കുന്നു, അമേരിക്കയെ തകർക്കപ്പെടും, ഇസ്രായേലിനെ തകർക്കപ്പെടും, അതേ തകർക്കപ്പെടും.